ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ വെണ്ടക്ക മെഴുക്ക് പെരട്ടി എന്ന് പറയും. ഞങ്ങളിവിടെ വെണ്ടക്ക തോരൻ എന്ന് പറയും. ചിലവർ പറയും വെണ്ടക്ക ഉലത്തി എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. സവാള, പച്ചമുളക്, അങ്ങനെ എല്ലാം ഇട്ടു. അപ്പോൾ എല്ലാവരും എന്നോട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, പിന്നെ ഞാൻ തന്നെയാണ് ഫുഡ് ചെയ്യണമെന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലെ ഫുഡൊക്കെ ചെയ്യണത്. കാരണം എൻ്റെ ഉമ്മ സുഖമില്ലാത്തല്ലേ, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഞാൻ സാധാരണ ഇത് തോരൻ വെക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടാറില്ല. പക്ഷേ ഇപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളർഫുള്ളൊക്കെ ആവണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വെണ്ടയ്ക്കയെ ഇവിടെ അങ്ങ് തട്ടി വെണ്ടയ്ക്കയെ നമ്മൾ തട്ടി ഇങ്ങനെ ഇളക്കി കൊടുത്ത്, ഇതിൽ വെള്ളമൊന്നും ഒഴിക്കില്ലല്ലോ, ആവിയിലുമല്ല ഞാൻ വേവിക്കുന്നത്. എങ്ങനെ ഇളക്കി കൊടുത്താണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയില അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും നല്ലോണം വേകണം. കാരണം ഇത് വേകണമല്ലോ, വെള്ളത്തിലല്ലല്ലോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ച് കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് ഇത് വെന്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് കാണാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. കാരണം ഇത് വെള്ളത്തിലല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. ഇവിടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് മെഴുക്ക് പുരട്ടി ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ബായ് ബായ്.